അല്ല ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അനീഷിനെതിരെ ബിഗ് ബോസ് ഹൗസിലുള്ള ആക്രമണം കൂടിക്കൂടി വരികയാണ് ഗൈസ്. ഇത് ഷാനവാസ് അടക്കം ഇപ്പോൾ ഭീകരമായ രീതിയിൽ ഓനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷാനവാസ് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ആക്കിയിട്ട് ഓൻ്റെ കൂടെ കൂടി തന്നെ കുറച്ച് വോട്ടും കിട്ടും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓൻ്റെയൊക്കെ തനി സ്വഭാവം ഇപ്പോഴാണ് പുറത്ത് വരണത്. ഇതിനു മുമ്പ് തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് എന്നാലും അവനോട് ഇഷ്ടം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവനെ ചൊടിപ്പിക്കാൻ വേണ്ടി, ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഷാനവാസ് അങ്ങനെ ആക്ട് ചെയ്യായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തിരുന്നത്. ഞാനങ്ങനെ എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായത് ഇതൊന്നുമല്ല, അവന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഇത് ജെനുവിനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട കേസ് എനിക്ക് തോന്നുന്നില്ല. അവിടെ സാബുവാൻ വന്നപ്പോൾ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബിഗ് ബോസ് ഹൗസിൽ ആക്ടേഴ്സിനെയാണ് കൂടുതൽ എടുക്കുന്നത്, കോമണേഴ്സിന് എന്താ അധികം എടുക്കാത്തതെന്ന്. വിക്റ്റിംഗ് കാർഡ് കളിക്കുകയാണ് എന്നുള്ളൊരു സംഭവം അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. വളരെ ശക്തമായ രീതിയിലാണ് അവൻ എതിർത്തുകൊണ്ടിരുന്നത്. നീ കോമണർ കാർഡ് ഇറക്കാണ്, ഇവിടെ എല്ലാവരും ഇവിടെ കോമണർ അല്ല സെലിബ്രിറ്റി, അങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ. അങ്ങനെ കോമണർ സെലിബ്രിറ്റി എന്നുള്ളൊരു വ്യത്യാസമൊന്നും അവിടെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ എടുക്കരുത് കോമണറായിട്ട്. ബിഗ് ബോസിൽ ആ പരിപാടി ഒഴിവാക്കണം. എല്ലാവരും സെലിബ്രിറ്റികളാണെന്ന രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും കോമണറാണെന്നുള്ള രീതിയിൽ എടുക്കുക. എന്തിനപ്പം അങ്ങനെ വേറെ വേറെ ഇത് എടുക്കുന്നത്? ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ഞാൻ ഇതിൻ്റെ വേറൊരു സംഗതി എന്താ വെച്ചാൽ, ആ ഷാനവാസും അതേപോലെ ആദിലും കൂടി കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, ഈ രണ്ട് ജന്തുക്കൾ കൂടി വിറ്റുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ അനീഷിനെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ. നെവിൻ എടുത്തൊരു സ്റ്റാൻഡ് കണ്ടില്ലേ, അതായത് നെവിനെ എന്നെ ഒരു പട്ടിയും പൂച്ചയും പോലും അറിയില്ല, ഷാനവാസുകാരെ വളരെ അറിയുന്നുണ്ടാവും, ഒരുപാട് പേര് അറിയുന്നുണ്ടാവും, അവനെ ആരും അറിയില്ല എന്ന്. ഇപ്പം നെവിൻ അങ്ങനെ പേഴ്സൺ ഗ്രാജ് ഉള്ള പോലെ തോന്നിയില്ല. പക്ഷെ ആദിലേക്കും ഷാനവാസിന് അങ്ങനെ അല്ല ഗൈസ്. അയ്യോ, എന്ത് ജന്തുക്കളാണത്. ഈ അനീഷ് വേറെ കാര്യമുണ്ട്, അനീഷ് അവിടെ സംസാരിക്കുന്ന രീതി വളരെ ഡ്രമാറ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാബുവല്ലേ, ഇത് വളരെ നാടകീയമായ രീതിയാണ്, ആർട്ടിഫിഷ്യലായ സംഭവമാണ്. ഇങ്ങനെ 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 പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, സാധാരണ സംസാരിക്കണ പോലെ സംസാരിച്ചാൽ മതി സംഭവം പറഞ്ഞപ്പോൾ അനീഷിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കേസ്. എന്താ ചെയ്യുക, ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നാ പറയുന്നുണ്ട്, ഞാനിങ്ങനെയാണ് എന്ന് പറയാണ്. അത് മോശമൊന്നല്ല, ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ. അല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറണം, ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഒരു തേങ്ങയില്ല. അത് ഓരോരുത്തരുടെ മാനറിസം അങ്ങനെയാണ്, ഓരോരുത്തരുടെ ടോൺ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അഥവാ ഗെയിം കളിച്ചിട്ട് അവൻ അങ്ങനെ ആക്ട് ചെയ്തിട്ട് അവർ നിൽക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ തന്നെയല്ലേ ഗെയിമർ. അല്ലാണ്ട് സ്വന്തം വീട്ടിൽ എങ്ങനെ പെരുമാറണം അതേപോലെ ബിഗ് ബോസ് ഹൗസിൽ പെരുമാറണം എന്നാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അതവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് ആൾക്കാർ. അപ്പോൾ അതിനനുസരിച്ചുള്ള കളിയാണ് അവർ കളിക്കേണ്ടായിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അവൻ്റെ തനി സ്വഭാവമാണെങ്കിൽ പരമ ബോറനാണോ അവൻ, അങ്ങനെ എടുക്കേണ്ടി വരും. ഇപ്പോൾ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് അവളുടെ പെരുമാറ്റം റിയൽ ലൈഫിലെങ്കിൽ അവൾ പരമ ബോറത്തിയാണ് അവൾ, അല്ലേ? അതിലെന്താ ഒരു സംശയമുള്ളത്? അപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്ന സംഗതിയാണ്. അതിൻ്റെ ഇടയിൽ അവർ റിയൽ ആയിട്ടുള്ള ഒരു സംഗതി എക്സ്പോസ്ഡ് ആവുന്നുണ്ടായിരിക്കും. പക്ഷേ എത്ര നേരത്തേക്ക് എന്നുള്ളതാണ് അവർക്ക് സംശയം. എന്തായാലും അനീഷ് ഇപ്പോൾ നമ്മുടെ വളരെ കുറച്ച് ദിവസമാണ് ഇനിയുള്ളൂ, ഒരു 3-4 ആഴ്ച കൂടി ഉള്ളൂ അല്ലേ? ഈ ഇത് തീരാറാവുന്ന സമയത്ത് അതായത് അനീഷിന് കപ്പ് കൊടുക്കരുത്, ഒരു തരത്തിലൊരു കോർണർ കപ്പടിക്കരുത് എന്നുള്ളൊരു സംഗതി അവിടെ പുകയുന്നുണ്ട് ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കൂടി അവൻ എങ്ങനെയെങ്കിലും തകർക്കണം, എന്നാൽ ഒരു കോമണറെ തകർത്തു എന്ന് ആളുകൾക്ക് തോന്നാനും പാടില്ല. ആ രീതിയിലുള്ള ഒരു കളി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, അനീഷ് അവിടെ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ ആദ്യമായി ബിഗ് ബോസ് ഹൗസിൻ്റെ ചരിത്രത്തിൽ ഒരു കോമണർ കപ്പടിച്ചു എന്ന് തന്നെ ടൈറ്റിൽ വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ടൈറ്റിൽ വരുന്നുണ്ടായിരിക്കും ഒരുപാട് വാർത്തകൾക്ക്. ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അത് ആളുകൾ എത്രത്തോളം നിരസിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അനീഷ് കോമണറായിട്ട് വന്നോ അല്ലാണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ട് വന്നോ എന്നല്ല ഞാൻ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, മൂപ്പരവിടെ ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു ഈ പറഞ്ഞ പോലെ വിക്റ്റിംഗ് കാർഡിൻ്റെ ആവശ്യമില്ല, സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അനീഷായിട്ട് നിൽക്കുക, കളിക്കുക. അല്ലാണ്ട് അവിടെ സെലിബ്രിറ്റികളാണെന്നുള്ള ഇതിൽ അഹങ്കരിച്ച് ഇറക്കുന്ന ജന്തുക്കളില്ല, അവരേക്കായി എത്രയോ അടിപൊളിയാണ് അനീഷ്, അതിലൊരു സംശയമില്ല. അനീഷിന് പിന്നെ ഈ കൂട്ടത്തോടെ ആക്രമിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് ഒരിക്കലും അവർക്ക് നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. ഇങ്ങനെ ഒരാൾ അനീഷിനെ കൂട്ടത്തോടെ ആളുകൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം, അവൻ കോമണർ കാർഡ് ഇറക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല, അനീഷ് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ അനീഷിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇനിയിപ്പോൾ അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കുക തന്നെ വിചാരിക്കാം, എന്നാലും ആളുകൾ മൂപ്പരെ എന്താ പറയുക, അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. കാരണം അനീഷ് അവൻ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി, അവൻ കാര്യങ്ങളോട് ഇടപെടുന്ന ഒരു രീതി,
ആ ഒരു കണ്ടൻറ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലാവും ഒരാളുടെ വീട്ടുകാരെ വിളിച്ചിട്ടോ വൾഗറായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടൊന്നും അവൻ അങ്ങനെ ഒരു കണ്ടൻറ് ഉണ്ടാക്കുന്നില്ല, ഡേർട്ടി ഗെയിം കളിക്കുന്നില്ല. ഷാനവാസ് കളിക്കുന്നുണ്ട്, അക്ബർ കളിക്കുന്നത് ഡേർട്ടി ഗെയിമാണ് പലപ്പോഴും, അല്ലേ? അപ്പോൾ എന്തായാലും ഷാനവാസ് ഒന്ന് അവിടെ നിന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഈ മൊത്തത്തിലുള്ള അവിടുത്തെ ഒരു വൈബിൽ വലിയ മാറ്റം വരുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഷാനവാസും ആദിലയും